ഹലോ, ഇന്ന് നമുക്ക് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചാണോ നിങ്ങളുടെ ഭാരം വെയിറ്റ് എന്നൊന്ന് നോക്കാം. അതിനായി ഒരു ഇക്വേഷൻ ഉണ്ട്, BMI ബോഡി മാസ് ഇൻഡെക്സ്. അത് പ്രകാരം നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നവരാണെന്ന് നോക്കാം. മെയിനായിട്ട് 5 കാറ്റഗറിയാണുള്ളത്: അണ്ടർ വെയ്റ്റ്, നോർമൽ വെയ്റ്റ് ഓർ ഹെൽത്തി വെയ്റ്റ്, ഓവർ വെയ്റ്റ്, ഒബിസിറ്റി, എക്സ്ട്രീംലി ഒബിസിറ്റി. ഓക്കെ, ഈ ഇക്വേഷൻ പ്രകാരം ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നോക്കാം. Equation BMI is equal to weight in kilogram divided by height in meter the whole square. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു 70 കിലോ ഭാരമുള്ളൊരു വ്യക്തി, വെയിറ്റ് കിലോഗ്രാമിലാണ് വേണ്ടത്. 70 കിലോ ഭാരമുള്ളൊരു വ്യക്തി 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റിമീറ്ററിനെ നമുക്ക് എന്തായിട്ട് മാറ്റണം? ഹൈറ്റ് ഇൻ മീറ്റർ ആണ്, അപ്പോൾ മീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ എന്താണോ നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ഉള്ളതിന് ഡിവൈഡഡ് ബൈ 100, അപ്പോൾ നമുക്ക് മീറ്ററിൽ കിട്ടും. അപ്പോൾ 160 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 100, അപ്പോൾ 1.6 മീറ്റർ. ദ ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അതുകൊണ്ട് തന്നെ അതിനെ എഗെയിൻ ഗുണിക്കണം. 1.6 ആണെങ്കിൽ എഗെയിൻ 1.6 കൊടുക്കുക. അപ്പോൾ 1.6 ഇൻറ്റു 1.6, അപ്പോൾ എത്ര കിട്ടും? 2.56. അപ്പോൾ 70 കിലോ ഭാരം ഡിവൈഡഡ് ബൈ 70 ഡിവൈഡഡ് ബൈ 2.56, 70 ഡിവൈഡഡ് ബൈ 2.56. ഓക്കെ, എത്രയാണ്? 27.34 ആണ് ആൻസർ. 27.34 ഏത് കാറ്റഗറിയിൽ വരുന്നതെന്ന് നോക്കാം. ഓവർ വെയ്റ്റ് ആണ്. 27.34 എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് ആണ്. അപ്പോൾ 70 കിലോ ഭാരം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് കൂടുതലാണ്. അതെ, ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് നോർമൽ വെയ്റ്റ് ചാർട്ട് അല്ലെങ്കിൽ ഐഡിയൽ വെയ്റ്റ് ചാർട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് എത്ര കിലോ ഭാരം നിങ്ങൾക്കാകാമെന്ന്. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ഉപയോഗിച്ച് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഭാരത്തിലാണോ അല്ലെങ്കിൽ നോർമൽ ഹെൽത്തി വെയ്റ്റിലാണോ എന്ന് മനസ്സിലാക്കാം. ഓക്കെ.